പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. സ്നേഹത്തോടെ നമ്മൾ പൊക്കിയെടുക്കും. എടുക്കുന്നവൻ്റെ ദേഹത്ത് മൂത്രം ഒഴിക്കും. എടുക്കാനും വയ്യ, ഇറക്കാനും വയ്യ. എന്തിന് ഈ ലവ്? എന്തിന് സാർ നമുക്ക്? ഇനി ഈ ഹൃദയത്തിൽ സ്നേഹമില്ല വിശ്വ, പ്രതികാരം മാത്രം. അയ്യോ സ്റ്റിച്ച്. സാർ നിങ്ങളുടെ ഡിസ്ചാർജ് സമ്മറി റെഡിയാണ്, വന്ന് കളക്ട് ചെയ്തോളൂ. ശരി സിസ്റ്റർ. എക്സ്ക്യൂസ് മീ, ഇത്രയും സുന്ദരിയായ ഒരാളെ സിസ്റ്റർ എന്ന് വിളിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാഡം എന്ന് വിളിച്ചോട്ടെ? താങ്ക് യു. ആദ്യം വന്ന് ഇത് ശരിയാക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. ഹായ്. നീ എന്തിനാ ഇവിടെ വന്ന്? ഡോക്ടർ, ഡോക്ടർ, നിന്റെ പൊക്കയിൽ ഉറപ്പായിട്ട് പിശലുണ്ടാവും. ആരെങ്കിലും ഓടി വരണേ, ഒന്ന് പിടിക്കൂലേ? അതല്ല വിക്രം, നിനക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ചത്തോ അതോ ജീവനോട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? നീ എന്തായി കാണിക്കുന്നേ? അങ്കിൾ കറക്റ്റ് ടൈമിനാ വന്നത്. അറസ്റ്റ്, ഷീസ് എ ക്രിമിനൽ. ഇവള് ആരാന്ന് മനസ്സിലായോ? ഇവള് ശരിക്കും ആരാണെന്ന് അങ്കിളിന് അറിയോ? ഡ്രഗ് പെഡ്ലർ മോണ. അല്ലടാ, എവളാ പിങ്കി. പിങ്കിയോ മങ്കിയോ നിയമത്തിന് മുന്നിൽ എല്ലാരും ഒന്നാ. ഇവളാ എന്റെ മകൾ ഭാവന, നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. നീ എവളെ പിങ്കി പിങ്കി എന്നാ വിളിച്ചിരുന്നത്. അങ്കിളിന്റെ മോള് ഭാവനയോ? മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ വെച്ച് അങ്കിളിനെ ഇവളെ മാറി കിട്ടിയിരിക്കാനാ സാധ്യതയുള്ളത്. പാവം അങ്കിളിന്റെ സ്വന്തം മോള് വേറെ എവിടെയോ പാത്രം കഴുകി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്. എന്നാൽ ഇവിടെ കഞ്ചാവിക്ക ഇവളെ അറസ്റ്റ് ചെയ്തിട്ട് സ്വന്തം മോളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. പറയുന്ന മൊത്തം കേൾക്ക്. ഇവൾ എന്റെ മകള് തന്നെയാ. അത് മാത്രമല്ല, ഇവിടെ ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറും കൂടി. നിന്നെ കണ്ണൂരിലേക്ക് അയച്ചത് ഇവളുടെ ബാക്കപ്പ് ആയിട്ടാ. ബാക്കപ്പോ? എല്ലാം നടന്നത് എന്റെ പ്ലാൻ പ്രകാരമാണ്. സോറി വിക്രം, ഞാൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരുന്നെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ആളായിരുന്നിട്ടും ഡിപ്പാർട്ട്മെന്റിലെ ആളെ കൊല്ലാൻ നോക്കുന്നതാണ് നിന്റെ ജോലി. നോ, നീ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഞാൻ നിന്നെ പർപ്പസ്ഫുള്ളി ഷൂട്ട് ചെയ്തതല്ല. ഞാൻ എയിം ചെയ്തത് അവരെയായിരുന്നു. പക്ഷെ നീ കുറുകെ വന്നു. വിക്രം, നീ എന്നെ എന്തിനാടി ഷൂട്ട് ചെയ്തത്? ഇന്നത്തോടെ നിന്റെ കളി അവസാനിച്ചു. അന്ന് എനിക്ക് ഇവിടെ സംശയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞടാ? ഹണി ബീച്ചിന് മേലെ ഭാവനെ പോലുണ്ടെന്ന്. ഇനി പോയി അനുഭവിക്കാം. ഐ ആം സോ സോറി. നോക്ക്, നമ്മളെ പണ്ടത്തെ കളിക്കൂട്ടുകാരല്ലേ. നീ എന്നോട് ക്ഷമിക്കില്ലേ? പ്ലീസ്. പ്ലീസ്. എന്തായി കാണിക്കുന്നത്? പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞു, പുറത്തു പോണം. അവന്റെ മൂഡ് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാം. വാ പോ. അവള് പോയോ? ആര്? സാറിന്റെ കളിക്കൂട്ടി വരിക? അവള് പോയി. അത് നിനക്കെങ്ങനെ അറിയാം? എല്ലാം ഞാൻ കേട്ട്. എഴുന്നേര്. അരമണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ആവും. ഞാൻ എല്ലാം ഒന്ന് പാക്ക് ചെയ്തു. അമ്മ, എന്താ എത്ര വല്ല ചിന്ത? നിന്നോട് ഞാനെന്നെ പറഞ്ഞതല്ലേ വിക്രമിനോട് എല്ലാം തുറന്നു പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് അയക്കാൻ. പക്ഷെ നീ അത് കേട്ടില്ലല്ലോ. അയ്യോ, ഈ കേസ് സീക്രട്ടായി ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊഴിയും. ഇപ്പൊ കണ്ടില്ലേ, വിക്രമിന് ഇവിടെ കാണുന്നത് ദേഷ്യ. ഇനി എന്ത് ചെയ്യും? അമ്മേ, ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ ഞാനത് കോംപ്രമൈസ് ചെയ്യും. നോക്കടാ, നമ്മുടെ സ്റ്റാഫൊക്കെ എന്നെ സ്വീകരിക്കാൻ മാലയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? നിങ്ങൾ വരും സാർ. അയ്യോ, ഇതൊക്കെ എന്തിനാ? ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്തോളൂ. ഇതൊന്നും നിങ്ങൾക്കല്ല സാർ, ഭാവന മാഡത്തിനുള്ളതാ. അല്ലെങ്കിലും എനിക്ക് ഈ ബിൽഡപ്സ് ഒന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യമാണ്. എന്താ സാർ അവർ ഈ സ്ഥലത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതേടാ വിശ്വ, സാഹചര്യങ്ങൾ മോശമാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അവളിങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. രണ്ടാമത്തെ കോവിനോട് വജ്രം മാഡം ആവോ? ഇതെന്താ തന്നെയാണ് സാർ? കിണർ കുത്തിയ സാറ്, വെള്ളം കോരുന്ന അവളും. ആയിക്കോട്ടെ, വിട്. അവിടെ നോക്ക്, ഒരുമാതിരി ശവം നേരിട്ട് പൂമാലയിട്ട് ഫാഷൻ ഷോയ്ക്ക് പോകുന്ന പോലെ ഇല്ലേ? ഇതൊക്കെ വെറും ചീപ്പ് ഷോ അല്ലേ സാർ? ഇവരുടെ ധൈര്യം കണ്ടിട്ട് ഇവരുടെ ഫാൻസ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ആവുന്ന വലിയ കാര്യമല്ല. ഹിസ്റ്ററി ബുക്കിൽ പേജ് ക്രിയേറ്റ് ആവണം. അതാണ് സാഹസികത. എന്റെ റേഞ്ച് വേറല്ല. അതുകൊണ്ടാണ് സാർ എല്ലാരും സാറിന്റെ രണ്ടാമത്തെ കോഹിനൂർ വർജനം എന്ന് വിളിക്കുന്നത്. മാഡം വിളിക്കുന്നു. ഞാൻ ബിസിയാണെന്ന് പോയി പറയാം. ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞു സാർ. നിന്നെ ഞാനുണ്ടല്ലോ. നിന്റെ വേറെ ഉറക്കടാ.
എന്താ? ആ വാ വിക്കി ഇരിക്കെ. വിക്കി അല്ല, വിക്രം. സുഖാണോ? അടിപൊളിയല്ലേ? ഇത്രയും പെട്ടെന്ന് എന്തിനാ ഡ്യൂട്ടിക്ക് കയറിയത്? അതിന് നിനക്കെന്താ? അങ്ങനെയല്ല, നിനക്കൊരു 4 ദിവസം കൂടി ലീവ് എടുക്കായിരുന്നില്ലേ? അതിന്റെ ആവശ്യമില്ല. നിനക്ക് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? ഞാൻ എടുക്കില്ല. എന്നോടുള്ള ദേഷ്യം ഇനി മാറിയില്ലേ? മാറിയിട്ടില്ല, മാറുകയില്ല. അതിനിപ്പോ എന്താ? പ്ലീസ് വിക്രം, ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് പരിക്ക് പറ്റിയപ്പോ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയാമോ? അയ്യോ, എന്തൊരു ആക്ടിംഗ് ആയത്! ആ ചെസ് സിനിമയിൽ ഭാവനയ്ക്ക് പകരം നീ അഭിനയിച്ചാ മതിയായിരുന്നു. വളരെ വളരെ നന്നായനെ. ഐ പ്രോമിസ് വിക്രം, ഞാൻ അഭിനയിക്കുന്നതല്ല. ഒന്നും ഉണ്ടായിരുന്നേ. നീ നിന്റെ അച്ഛനും എന്താ വിചാരിച്ച? ഞാനെന്താ ഇൻസ്പെക്ടറോ അതോ ജനറേറ്ററോ? പുറകെ നടന്ന് ബാക്കപ്പ് തരാൻ നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ? അയ്യോ, അതിന് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നീ ലബ്ബാണെന്നും പറഞ്ഞു എന്നെ സംസാരിക്കാൻ പോലും വിട്ടില്ല. എല്ലാരെയും പോലെ റോസ് തന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് പകരം നീ എന്നെ ശല്യം ചെയ്ത് പ്രപ്പോസ് ചെയ്തത് എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ ഇഷ്ടമല്ലാത്ത പോലെ അഭിനയിക്കായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാ. നിന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. എന്തുവാ അഭിനയമോ? കണ്ണില് നോക്കി പറ, ഈ പിങ്കിയോട് ലവ് ഇല്ലാന്ന്. ഈ വിക്രമിന്റെ കണ്ണിൽ ഒരു പിങ്കിയുമില്ല മങ്കിയുമില്ല. ഞാൻ നിന്നെ ലവ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിക്കാലോ. ഞാൻ സമ്മതിപ്പിക്കാലോ. ഇത് എന്റെ ഡയലോഗല്ലേ? നീ അത് അടിച്ചു മാറ്റിയല്ലേ? നീ എന്റെ മനസ്സിനെ അടിച്ചു മാറ്റിയില്ലേ? എനിക്ക് നിന്നെ പോലൊരു പെണ്ണിനെ വേണ്ടെന്നേ. എനിക്ക് നിന്നെ പോലൊരു ചെക്കനെ മതി. കീരിയും പാമ്പും ഫൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഡ്യൂറ്റ് പാടാറില്ല. ഒരു സമയത്ത് ഓരോന്ന് പറയും. നീ എന്താ മെന്റലാ? നീ മെന്റൽ, നിന്റെ അച്ഛൻ മെന്റൽ, നിന്റെ ഹോൾ ഫാമിലി മെന്റൽ. ഹേയ്, എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനൊന്നും തരും. ഷോ സം റെസ്പെക്ട്. ഐ ആം എ പോലീസ് ഓഫീസർ. ഞാൻ പിന്നെന്താ വാച്ച്മാനോ? ഞാനും അത് തന്നെയാ. പോടോ. എന്നെയാണോ? പോടാന്നോ? യാ. എനിക്കറിയാം. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വാട്ട്? അടുത്ത് വാ, കുറച്ചുകൂടെ അടുത്ത് വാ. ഒന്ന് പോടി അവിടുന്ന്. എന്നോട് പോവാൻ പറയുന്നോ? പിന്നെ എന്നോട് പോവാൻ പറഞ്ഞില്ലേ? ഞാൻ വിട്ടു തരുമോ? എന്നെ അറിയില്ലേ? ടിറ്റ് ഫോർ ടാറ്റില് ഞാൻ പുലിയ. എന്റെ വാക്കുകളിൽ കൗണ്ടർ, ഫീൽഡിൽ എൻകൗണ്ടർ. പോടേ. ഏയ് വിശ്വ, ആദ്യ ദിവസം തന്നെ മാഡവും സാറും തമ്മിൽ ഭയങ്കര ചർച്ചയിലാണെന്ന് തോന്നല്ലോ. ആ, അവർ കല്യാണത്തെ പറ്റി ചർച്ച ചെയ്യുക. കല്യാണത്തിന് ശേഷം ഹണിമൂൺ എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്യായിരിക്കും. ഹണിമൂണാ? മിക്കവാറും കുളു മണാലി ആയിരിക്കും ഹണിമൂണിനെ തിരഞ്ഞെടുക്കുന്നത്. മണാലി എന്തിന്? വീട്ടിലായ കാര്യം നടക്കത്തില്ലേ? അല്ല, ഉറങ്ങാതിരിക്കാൻ ഏത് സ്ഥലമായാലും എന്താ? ചെയ്യുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്നോട് സംസാരിച്ചാൽ ഞാൻ മണ്ടൻ. നന്ദനാർ കുറുപ്പ് എപ്പോഴും ഏഷണിക്കുള്ള വകയും തപ്പി നടക്കുന്നു. കള്ളബടുവാ. വിശ്വ, സാർ, വണ്ടി എടുക്കുക. നമുക്ക് ആ ബോയ്സ് ഹോസ്റ്റലിൽ വരെ പോകണം. ആ, അതിന്റെ മുന്നിൽ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളെ തന്നെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടെങ്കിലേ ഈ രണ്ടാമത്തെ കോഹിന്നൂർ വജ്രം അത് സഹിക്കില്ല. നീ വണ്ടി എടുക്കുക. സാർ, ഇതെല്ലാരും അറിയിക്കണം. ഇത് വെച്ചോണ്ട് വാ സാർ.